ഇന്ത്യക്ക് മുന്നിൽ നാഗിൻ നൃത്തമാടാൻ കരളുറപ്പിന് ഇനിയും ഒരുപാട് കാതങ്ങൾ താണ്ടണം. ലങ്കൻ കടൽ കടന്ന ആത്മവിശ്വാസത്തിന്റെ ബലമാണ് കരുത്തെങ്കിൽ ബംഗ്ലാ കടുവകൾക്ക് വഴിതെറ്റിയൊരു നിഗൂഢ വനത്തിലാണ് അസ്തമയം. അപ്രതീക്ഷിത വിജയങ്ങൾ, മുൻപ് ഒരുപാട് ആഘോഷത്തിമിർപ്പിന്റെ ബാക്കിപത്രം നാഗിൻ നൃത്തച്ചുവടുകൾ കണ്ടതാണ്. പക്ഷേ കാലം സഞ്ചരിക്കുമ്പോൾ കരുത്തുകൂടുന്നൊരു നീലപ്പടയോട് അതൊരാവർത്തനമാകില്ല. ഇന്ത്യക്ക് മുന്നിൽ ഇത് അഭിമാന പോരാട്ടം എന്ന് കളത്തിനു പുറത്തെ വെല്ലുവിളികളെ ഇതിനുമപ്പുറം ഒരു മഹാമാരിയിൽ വിറച്ചിട്ടില്ലെന്നതാണ് ഉത്തരം. ടോസ് നഷ്ടം ഒരു നഷ്ടമല്ലെന്ന് അഭിഷേകിന്റെ തുടക്കം അത് അത്രത്തോളം മോഹിപ്പിച്ചതാണ്. സെവാഗിന് ശേഷം ആ സ്ഥാനം ഒഴിച്ചിട്ടൊരു ജനതയുടെ കാത്തിരിപ്പിന് കാലത്തിന്റെ തനിയാവർത്തനമാണ് അഭിഷേക്. നിലയുറപ്പിച്ച് നിലയ്ക്കാത്ത ക്രിക്കറ്റ് മേളത്തിൽ ബംഗ്ലാദേശിന് നിലയില്ലാതായി. ഏത് പന്തും ഒരേ ഒരു ലക്ഷ്യസ്ഥാനം കണക്കാക്കുന്ന യുവത്വത്തിന്റെ പ്രതീകത്തിൽ പരീക്ഷണത്തിന് അർത്ഥമില്ലെന്ന് ബംഗ്ലാദേശിന് തോന്നിയിരിക്കണം. യുവരാജിന്റെ പാടങ്ങളിൽ വഴിവെട്ടിയവന്റെ സിരകളിൽ ക്രിക്കറ്റ് വിപ്ലവത്തിന്റെ പുതുഗാഥകൾ പിറക്കുകയാണ്. 77 റൺസിന്റെ ഗിൽ അഭിഷേക് കൂട്ടുകെട്ടിന് ഇന്ത്യ കടപ്പെട്ടിരിക്കും. 29-മായുള്ള ഗില്ലിന്റെ മടക്കം ബംഗ്ലാദേശിന് നൽകിയ ഊർജം ചെറുതല്ല. ഒരറ്റത്ത് അഭിഷേകിന്റെ പോരാട്ടം തുടരുമ്പോൾ ഒരറ്റം വീണുകൊണ്ടിരുന്നു. 75-മായി അഭിഷേക് മടങ്ങിയതോടെ റണ്ണൊഴുക്ക് നിലച്ചു. കൂറ്റൻ സ്കോർ അത് സ്വപ്നങ്ങളായി. ദുബൈയും നായകനും തിലകും വീഴുന്നു. ഹർദിക്കിന്റെ വീഴാത്ത പോരാളിയുടെ കലാശക്കൊട്ടിലാണ് ഇന്ത്യ 168-ലെത്തിയത്. 38 റൺസുകൾ അടിച്ചുകൂട്ടി ഇന്ത്യക്കയാൾ കരുത്തായി. അട്ടിമറിയുടെ രാജാക്കന്മാരെന്ന വിളിപ്പേര് ചാർത്തി ബംഗ്ലാദേശ് ഇറങ്ങി. ബുംറയിലൂടെ ആദ്യ പ്രഹരമേൽപ്പിച്ച് ഇന്ത്യൻ മറുപടി. ഒറ്റയ്ക്കൊരു സെയ്ഫിന്റെ പോരാട്ടത്തിന് പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ ഒരു ആഘോഷരാവ് ഒരുക്കാനായില്ല. കൃത്യമായ ഇടവേളകൾ കണക്കെ ബംഗ്ലാ വിക്കറ്റുകൾ ഇന്ത്യ കൊയ്തു. 69 റൺസുകളുമായി ഫീൽഡിംഗ് പിഴവിന്റെ ബലത്തിൽ നാണക്കേടിൽ നിന്ന് കരകയറ്റിയത് സെയ്ഫാണ്. കുൽദീപിന്റെ കൃത്യതയാർന്ന സ്പിൻ മാന്ത്രികതയിൽ വിക്കറ്റ് 3 അടർന്നു. ബുംറയും വരുണും വിക്കറ്റ് 2 വീഴ്ത്തി ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് നിരയെ നിർവീര്യമാക്കി. ഒടുവിൽ 41 റൺസുകൾ അകലെ നാഗിൻ നൃത്തമാടാൻ ഗ്യാലറിയിലേക്ക് ഒഴുകിയെത്തിയ ബംഗ്ലാദേശ് ആരാധകർ തല താഴ്ത്തി. ഇന്നലെ മഴയിൽ ഒരു ആഗ്രഹം മനസ്സിലങ്ങനെ പ്രതീക്ഷകളായിരിക്കണം. പക്ഷേ വീഴാൻ മനസ്സില്ലാത്തവന്റെ മുന്നിൽ ആഗ്രഹ സഫലീകരണത്തിന് വഴികളടയും. രാജകീയമായി കടന്നു വന്ന വഴികളിൽ വസന്തം തീർത്ത് കലാശക്കളിയിൽ ഇന്ത്യൻ സ്ഥാനം ഭദ്രം. അറബ് മണ്ണിലെ അന്തിമ പോരാട്ടത്തിൽ നിലയ്ക്കാത്തൊരാഘോഷത്തിന് അവസാനം ഇന്ത്യൻ വിജയമോഹത്തിന്റെ പര്യവസാനം കണ്ണിറയെ കാണാൻ ആരാധകരുടെ കാത്തിരിപ്പാണ്. അതിനി പാകിസ്ഥാനായാലും ബംഗ്ലാദേശെങ്കിലും ലങ്കൻ കോട്ട കടന്നെങ്കിൽ അങ്ങനെയും.